ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു വണ്ടർബേർഡ് സ്റ്റുഡിയോ. എക്സ് ഡിയുടെ 3 എപ്പിസോഡുകളാണ് നമ്മൾ കഴിഞ്ഞത്. എക്സ്പീരിയൻസ് ഡിസൈനിങ്, അതായത് എക്സ് ഡിയുടെ നമ്മൾ ഫീച്ചേഴ്സുകളിൽ 3 ഫീച്ചേഴ്സ് പഠിച്ചു. അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ പഠിച്ച എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് ഇൻട്രോ ക്ലാസ് ആയിരുന്നു. ലാസ്റ്റ് നമ്മൾ പഠിച്ചത് കോമ്പോണൻസ് ആണ്. ഇപ്പൊ നമ്മൾ നാലാമത്തത് ഓട്ടോ ആനിമേറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓട്ടോ ആനിമേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബട്ടൺസിനും അതേപോലെ തന്നെ നമ്മുടെ ഫോട്ടോ ആനിമേഷനും അതേപോലെ മൈക്രോ ഇൻട്രാക്ഷൻസ് ഇതിനൊക്കെ ഈസി ആയിട്ട് ചെറിയ ചെറിയ ആനിമേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോ ആനിമേറ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതൊരു ഐഫോണിൻ്റെ ഒരു ആർട്ട് ബോർഡാണ്. ആർട്ട് ബോർഡിൽ ഞാൻ ജസ്റ്റ് ഒരു ഷേപ്പ് വരച്ചു. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈക്വലായിട്ട് വരും. ഇതിൻ്റെ കളർ ഞാൻ ജസ്റ്റ് ചേഞ്ച് ചെയ്യാൻ പോകണം. ഇതിൻ്റെ കളർ ഞാനൊരു ലൈറ്റ് ബ്ലൂ കൊടുത്തു. ഇനി ഞാൻ ഇതിൻ്റെ എൻ്റെ ആർട്ട് ബോർഡ് സെലക്ട് Ctrl+C Ctrl+V കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടേക്ക് പേസ്റ്റ് ആകുന്നതാണ്. ഇനി ജസ്റ്റ് ഞാൻ ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് Ctrl+C Ctrl+V അഗെയിൻ ഞാൻ ഇതിൻ്റെ പൊസിഷൻസ്, അതായത് 3 ആർട്ട് ബോർഡിൽ 3 പൊസിഷനിലാണ് കിടക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ പ്രോട്ടോടൈപ്പിൽ പോയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി പാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ട്രിഗർ കാണാം. ട്രിഗറിൽ നിങ്ങൾ ടാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ടാപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, ഈ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ടാപ്പാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ടൈപ്പിൽ വന്നിട്ട് ട്രാൻസാക്ഷൻ ഏത് വേണമെങ്കിൽ കൊടുക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓട്ടോ ആനിമേറ്റ് ആയതുകൊണ്ട് ഓട്ടോ ആനിമേറ്റ് സെലക്ട് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ ഈസിൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈസിനിൽ ഇതിന് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഫസ്റ്റ് ബൗൺസ് എന്ന് പറയുന്ന ഒരു അനിമേഷനാണ് കൊടുക്കാൻ പോകുന്നത്. അതുപോലെ ഇത് സെലക്ട് ചെയ്ത് ഞാൻ ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്തു. ഈ ബൗൺസിന് പകരം ഞാൻ ഇവിടെ സ്നാപ്പ് കൊടുത്തു. മൂന്നാമത് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റിലേക്ക് കൊടുത്തു. അത് ഞാൻ എന്ത് ചെയ്തു, ഒരു വൈൻഡപ്പ് കൊടുത്തു. ജസ്റ്റ് നോക്കാൻ എന്താ സംഭവിക്കുന്നത്. ഫസ്റ്റ് ആർട്ട് ബോർഡ് സെലക്ട് ചെയ്യുക, പ്ലേ ബട്ടൺ പ്ലേ ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഒരു ബൗൺസ്, സ്നാപ്പ്, അതേപോലെ തന്നെ വൈൻഡപ്പ്. ആ 3 ആനിമേഷൻ സ്റ്റൈൽ നമ്മൾ കൊടുത്തു. ഓക്കെ, ഈസിൻ്റെ സ്റ്റൈൽ നമ്മൾ കൊടുത്തു. ഇനി നമ്മളിത് മൊത്തം ഡിലീറ്റ് ചെയ്യാം. ഞാൻ അടുത്തൊരു ചെറിയ എക്സാമ്പിൾ കാണിച്ചു തരാം. ഡിസൈനിൽ നമ്മൾ പോവാം. ഡിസൈനിൽ വന്നിട്ട് ജസ്റ്റ് നമുക്ക് നമ്പേഴ്സ് എങ്ങനെ ആനിമേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്തു, ഡാർക്ക് കളർ ഇട്ടു. ഒരു നമ്പർ ചെയ്യാൻ വേണ്ടി കുറച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇട്ടു. ഇതിൻ്റെ കളർ ഞാൻ ജസ്റ്റ് ഒരു ഏതെങ്കിലും കളർ കൊടുത്തു. ഔട്ട്ലൈൻസ് ഓഫാക്കി ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യുകയാണ്. 1 എൻ്റർ 2 3 4 5. ഇതിൻ്റെ സൈസ് ഞാനൊരു 20 ആക്കി, അല്ലെങ്കിൽ 26 ആക്കി. അതേപോലെ തന്നെ ഇതിൻ്റെ ലൈൻ സ്പേസിങ് ഞാനൊരു 50 ആക്കി, 50 പോലെ 60 ആക്കി. എന്നിട്ട് ഇതിൽ ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് Ctrl+C Ctrl+V പേസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ കുറച്ചും ഇങ്ങോട്ടേക്ക് ആക്കി Ctrl+C Ctrl+V Ctrl+C Ctrl+V ജസ്റ്റ് മൂവ് ചെയ്തിടാം. സ്പേസിങ് എല്ലാം ഈക്വൽ ആയതിനു ശേഷം എല്ലാം ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് ഫസ്റ്റ് സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് അടുത്തതും കൂടെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് Ctrl+G അടിച്ച ഗ്രൂപ്പ് ആവും. എനിക്ക് ഇങ്ങനെ ഒരു ആനിമേഷനാണ് വേണ്ടത് ഇവിടെ, ഈ നമ്പർ. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള മാത്രം കണ്ടാൽ മതി, ഇതൊന്നും കാണേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു ഷേപ്പ് ഇതിൻ്റെ മേലെ വരച്ചു. ഇതും കൂടെ സെലക്ട് ചെയ്ത് ഞാൻ ഒബ്ജക്റ്റ് പോയിട്ട് മാസ്ക് വിത്ത് ഷേപ്പ് കൊടുത്തു. അപ്പോൾ ഈ മാസ്കിനുള്ളിലുള്ള മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിനെ ജസ്റ്റ് ഈ ആർട്ട് ബോർഡിനെ ഞാൻ Ctrl+C Ctrl+V ഒരു കോപ്പിങ് എടുത്തു. ജസ്റ്റ് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അറിയാം, ഇവിടെ നിങ്ങൾക്ക് നമ്പർ കാണാം. ജസ്റ്റ് ഇവിടെ ഞാൻ ഈ നമ്പേഴ്സ് കുറച്ചൊന്ന് മൂവ് ചെയ്യാണ്. എനിക്കിവിടെ 4, 2, 5, 3. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഇത് ഫസ്റ്റ് ഇത് സെലക്ട് ചെയ്തു. ജസ്റ്റ് ഒരു പ്രോട്ടോടൈപ്പ് എടുത്തു. ജസ്റ്റ് ഒരു ലിങ്ക് ആനിമേഷൻ കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വരിക. ഇവിടെ വന്നിട്ട് വൈൻഡപ്പ് ആണ് കിടക്കുന്നത്. ഞാൻ ജസ്റ്റ് ഈസിൻ കൊടുത്തു. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നമുക്ക് കണ്ടില്ലേ, ഇവിടെ നമ്പേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ആനിമേറ്റ് ചെയ്യുന്നത് കാണാം. ഇനി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടൊരു ബട്ടൻ്റെ സ്റ്റൈൽ എങ്ങനെ വർക്ക് ചെയ്യുന്ന നോക്കാം. ഇത് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡിസൈൻ ചെയ്യാം. ഫസ്റ്റ് അതിലൊരു ബട്ടൻ്റെ കുറച്ച് അനിമേഷൻ ഫീച്ചേഴ്സും. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ഓൺലൈനിൽ പോയിട്ട് ഞാൻ ഇവിടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഇതിന് ഞാനൊരു ലോഗോ കോപ്പി ചെയ്തു, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു.
ഞാൻ ജസ്റ്റ് ഇതിനെ റീസൈസ് ചെയ്തു, ഇതിനെ കുറച്ച് ടോപ്പിൽ അലൈൻ ചെയ്തു. പിന്നെ എനിക്ക് വേണ്ടത് ഈ ഇമേജാണ്. കോപ്പി ചെയ്തു, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. എനിക്ക് ഒരു ഒട്ടകത്തിൻ്റെ ഭാഗം മാത്രം മതി. ഞാൻ അതിന് വേണ്ടിയിട്ട് അത്രയും ഭാഗം സെലക്ട് ചെയ്തിട്ട് ഒരു ഷേപ്പ് അങ്ങ് വരച്ചു. ഓക്കെ, ഇതിൻ്റെ പുറത്തൊരു ഷേപ്പ് വരച്ചു. ഈ ഷേപ്പിന് ഞാൻ ഒരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ കൊടുത്തു. അതായത് ഇവിടെ ഡിഫറെൻറ്റ് റേഡിയസ് ഫോർ ഈച്ച് കോർണർ എന്നാണ്. ഞാൻ ക്ലിക്ക് ചെയ്തു. ഈച്ച് കോർണറിലും എനിക്കിവിടെ ഇൻഡിവിജ്വൽ കോർണർ സെലക്ട് ചെയ്യാം. ഞാനൊരു 50 കൊടുത്തു. അതുപോലെ തന്നെ ഒന്ന് വിട്ടിട്ട് ഒന്ന് ഒരു 50 കൊടുത്തു. ഇപ്പോൾ രണ്ട് സൈഡും കൂടെ കോർണറായി കാണാം. ഈ ഒരു ഷേപ്പ് ഞാനിത് എടുത്തു. ഈ രണ്ടും കൂടെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തു. ഒബ്ജക്റ്റിൽ പോയി മാസ്ക് വിത്ത് ഷേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഷേപ്പിനുള്ളിൽ ഇത് വരും. എപ്പോൾ വേണമെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ പൊസിഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിനെ കുറച്ച് മുകളിലേക്ക് അറേഞ്ച് ചെയ്തു, ലോഗോ അടക്കം. ഇനി ഞാൻ ഇതിൻ്റെ കണ്ടന്റ് എടുത്തു, Ctrl+C. ഞാനൊരു ജസ്റ്റ് ഒരു ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. ഇതിൻ്റെ കളർ ഞാൻ ബ്ലാക്ക് ആക്കി. ഞാൻ ജസ്റ്റ് ഇതിനെ 2 ലൈനായിട്ട് ഇട്ടു. രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ലൈൻ സ്പേസിങ് ഒരു 40 കൊടുത്തു. ഓക്കെ, പെർഫെക്റ്റ് കൊടുത്തു. ഇനി ഒരു ജസ്റ്റ് ഒരു സബ് ഹെഡിങ് കൂടെ കൊടുത്തു. സബ് ഹെഡിങ് അല്ല, അതിൻ്റെ ബോഡി ടെക്സ്റ്റ് കൊടുത്തു. ജസ്റ്റ് ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് Ctrl+V അടിച്ചാൽ പേസ്റ്റ് ആയി. ഇനി ഇതിൻ്റെ സൈസ് ഞാൻ ഇന്ന് കുറയ്ക്കാൻ പോകണേ. റെഗുലർ ഇട്ടു. ഒരു 20 വേണ്ട, ഒരു 14 മതി. ഇതിൻ്റെ ലൈൻ സ്പേസിങ് കൂടുതലാണ്, 24 അടിച്ചു. ഓക്കെ, ഇതിന് എനിക്ക് ഇവിടെ വരെ മതി, ഇത്ര കണ്ടന്റ് മതി. ഞാൻ അത്ര ആക്കി. ഓക്കെ, ഒരു ബാഡ്ജ്, ജസ്റ്റ് ഒരു സ്റ്റൈലിന് വേണ്ടി ഒരു ബാഡ്ജ് ഉണ്ടാക്കാം നമുക്കിവിടെ. ഇതിൻ്റെ മുകളിൽ ഒരു ട്രാവൽ ബാഡ്ജ്. ജസ്റ്റ് ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം, ട്രാവൽ എന്നടിച്ചു. ട്രാവൽ അടിച്ച് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കോപ്പി ചെയ്ത് വെച്ചു. ഇതിൻ്റെ കളർ ഞാൻ ഈ ഒരു കളർ കൊടുത്തു. ജസ്റ്റ് ഞാൻ ഇത് നമുക്ക് ബോൾഡാക്കാം. ഇതിൻ്റെ നമുക്ക് ഔട്ട്ലൈൻ കളയാം. അതുപോലെ ട്രാവൽ എന്നുള്ള കളർ നമുക്ക് വൈറ്റ് ആക്കാം, കുറച്ചുകൂടെ പ്രൊഫഷണലായി. ഓക്കെ ഓക്കെ ഇനി നെക്സ്റ്റ് ഇതിൻ്റെ താഴെ ഒരു ബട്ടൺ ആഡ് ചെയ്യാൻ വേണ്ടി പോകണേ. ഞാൻ ജസ്റ്റ് ഒരു ബട്ടൺ ഇവിടെ ആഡ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇതിൻ്റെ റൗണ്ട് റെക്റ്റാങ്കിൾ ആക്കാം. ജസ്റ്റ് ഇതിനെ നമുക്ക് ഒരു കളർ കൊടുക്കാം, ഒരു ഓറഞ്ച് കളർ കൊടുത്തു. പിന്നെ ഔട്ട്ലൈൻ ഒഴിവാക്കി. ഇതിനകത്ത് ഞാൻ ബുക്ക് നൗ, എനിക്ക് ട്രാവലാണ് ബുക്ക് ചെയ്യേണ്ടത്. ബുക്ക് നൗ എന്ന് പറഞ്ഞ ഒരു ബട്ടണാണ്. ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്ത് നമുക്ക് ഇതിനെ സെൻട്രൽ അലൈൻമെൻ്റ് ഒക്കെ ചെയ്യാം. ഓക്കെ, സെൻട്രൽ അലൈൻമെൻ്റ് ഒക്കെ ചെയ്ത് നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു. ഇത് നമുക്ക് ആക്ഷൻ വേണ്ടത് ഈ ബട്ടണിലാണെന്ന് വിചാരിക്കാം. ഈ ബട്ടനെ ഞാൻ എന്ത് ചെയ്തു, ഗ്രൂപ്പ് ചെയ്തു. Ctrl+G അടിച്ച് ഗ്രൂപ്പ് ചെയ്ത് രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് ഇത് ഞാൻ എന്താ ചെയ്യുമ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇത് ബുക്ക് നൗ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ആക്ഷൻ നടക്കണം. അതായത് ബുക്ക്ഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ്. സോ ഓക്കെ, ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ഞാൻ ഇതിൻ്റെ ടോപ്പ് ജസ്റ്റ് ഇതിനെ കോപ്പി ചെയ്തിട്ട് Ctrl+C Ctrl+V അവിടെ തന്നെ പേസ്റ്റ് ചെയ്തു. ജസ്റ്റ് ആ മുകളിലുള്ളതിന് ഞാൻ ഇത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വെച്ചിട്ട് മുകളിലേക്ക് ആക്കിയിട്ടു. ഓക്കെ, ഇതിന് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് ഞാൻ കൺഫർമേഷൻ അല്ലേ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ, ബുക്ക്ഡ് കൊണ്ട് കൊടുത്തു. ഓക്കെ, സെൻട്രൽ ചെയ്തു. ഇനി ഇതിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അപ്പ് കീ അടിച്ചു കഴിഞ്ഞാൽ 10 പിക്സൽ വെച്ചിട്ട് ഇത് മുകളിലേക്ക് പോകും. എന്നിട്ട് 50 ആക്കി. ഇനി ഇതിനെയും കൂടെ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, രണ്ടും കൂടെ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്തു. ഇനി ഇതിന് ഞാൻ ഒരു കോപ്പി കൂടെ എടുക്കുകയാണ്. Ctrl+C Ctrl+V ഒരു കോപ്പി കൂടെ എടുത്തു. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ പൊസിഷനിലേക്ക് ഈ ബുക്ക്ഡ് വരണം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പൊസിഷൻ മാറാതിരിക്കാൻ വേണ്ടി ഒരു ലൈൻ വരയ്ക്കുകയാണ് ഇവിടെ. ഓക്കെ, ഞാൻ എന്നിട്ട് ഇതിനെ എടുത്തിട്ട് മാറ്റി കറക്റ്റ് ഇവിടെ കൊണ്ട് വെച്ചു. ഇത് ലൈനോ ഡിലീറ്റ് ചെയ്തു. നമ്മൾ ഈ ഫസ്റ്റ് ബട്ടനെ സെലക്ട് ചെയ്തിട്ട് പ്രോട്ടോടൈപ്പ് പോവുക, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ഈസിന് പകരം, ഓക്കെ ഈസിൻ തന്നെ കിടക്കട്ടെ. ഈസിൻ കിടന്നത് എന്താ ആവും നോക്കാം നമുക്ക്. ജസ്റ്റ് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തു. പെർഫെക്റ്റ്, ഇത് ഇങ്ങോട്ടേക്ക് വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ എനിക്കിത് ഫസ്റ്റ് ഇതിനകത്ത് എനിക്കിത് കാണണ്ടെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് കുറച്ചാൽ മതി. അപ്പോൾ പതുക്കെ ഓപ്പോസിറ്റ് കൺട്രോൾ ചെയ്തിട്ട് വരുന്നതായിട്ട് കാണാം. ഇതിന് ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്തു, കണ്ടില്ലേ വന്നു. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വേറെ കുറച്ച് ഇത് ചെയ്യാം. എനിക്കിതിൻ്റെ ടെക്സ്റ്റ് കുറച്ച് മുകളിൽ നിന്ന് വരണം.
അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ തിരിച്ചൊരു ആക്ഷൻ കൊടുക്കണം ഇങ്ങോട്ടേക്ക്. തിരിച്ച് നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് പോകണം എന്ന രീതിയിൽ. അതേപോലെ തന്നെ ഞാൻ ഈ ബുക്ക് എന്നുള്ളത് ഇത് കുറച്ച് ഞാൻ ഓക്കെ. ഇത് നമുക്ക് നോക്കാം. ഇത് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതിന് മാത്രം സെലക്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ് കൺട്രോൾ ചെയ്ത് കുറച്ച്. ഇനി നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. ജസ്റ്റ് കണ്ടില്ല, ആ നമ്പേഴ്സിനും ഒരു ചെറിയ ആനിമേഷനായിട്ട് നമ്പേഴ്സിനും ഒരു ചെറിയ ആനിമേഷൻ കാണാൻ നമുക്ക് കണ്ടില്ല. അപ്പോൾ ഇതാണ്, ഇത് വെച്ച് നമുക്ക് ലെഫ്റ്റ് സ്ലൈഡിങ്ങോ റൈറ്റ് സ്ലൈഡിങ്ങോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഈ ആനിമേഷൻ ഈ ഒരു ഫീച്ചർ വെച്ചിട്ട്, ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ഈ ഒരു ഓട്ടോ ആനിമേറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് കൂടുതലായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. അതേപോലെ എന്ത് കമൻറ്റ്സ് ഉണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ഇടുക. ഓക്കെ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫീച്ചർ കൊണ്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരോടും